ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ബാങ്കിൽ നിന്നും വന്ന ഉദ്യോഗസ്ഥരെ കണ്ട് ഭയന്ന് അകത്തേക്ക് വരികയാണ് ശാരിക. ശാരദാമ്മയോട് പറയുകയാണ്, പുറത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ശാരദാമ്മ ചോദിക്കുകയാണ്, പിരിവുകാരാണോ? അല്ല, പിരിവുകാരല്ല, വന്നിരിക്കുന്നത് ബാങ്കിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മുടെ കട പൂട്ടി സീൽ ചെയ്യാൻ. നാളെ ചിലപ്പോൾ ജപ്തി നടത്തുമെന്നാണ് പറയുന്നത്. അത് കേട്ട് ആകെ പരിഭ്രമിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, വീടും കടയും ജപ്തി ചെയ്യുമെന്നോ? എന്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ. എന്താന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇവിടെ താമസിക്കുന്ന ശാരദ? അതേന്ന് ശാരദാമ്മ പറയുമ്പോൾ അവർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളും ഫാമിലിയും ഇവിടെ നിന്നും ഇറങ്ങിത്തരണം. അതെന്തിനാ, മനസ്സിലായില്ല? ഈ വീടും സ്ഥലവും പണയം വെച്ച് ഞങ്ങളുടെ ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അടവ് മുടങ്ങിയിട്ട് ഇപ്പോൾ 10 മാസം കഴിഞ്ഞു. നോട്ടീസ് അയച്ചാൽ മറുപടിയില്ല. ആരും ചോദിക്കാനും പറയുവാനുമായിട്ട് ബാങ്കിൽ ഇന്നേ വരെ ആരും വന്നിട്ടുമില്ല. ഭൂമി അറ്റാച്ച് ചെയ്യാനുള്ള ബാങ്കിന്റെ റിക്വസ്റ്റ് കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കേട്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, വീടും സ്ഥലവും പണയം വെച്ച് 25 ലക്ഷം രൂപ കടമെടുത്തെന്നോ? ആരാണ്? നിങ്ങൾ വന്ന് കടമെടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഭൂമിയുടെ ഉടമയുടെ കാര്യമാണ് ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചത്, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും ശാരികയും. അയാളുടെ പേരിലുള്ള ഈ ഭൂമിയുടെ ആധാരം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ബാങ്ക് ലോൺ കൊടുത്തത്. കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, ചതിയാണിത്, ചതി. എനിക്കെന്റെ വീട്ടുകാർ സ്ത്രീധനം തന്ന ഭൂമിയാണിത്. അദ്ദേഹത്തിന്റെ പേരിൽ ആധാരമാക്കിയെന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥൻ പറയുകയാണ്, സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും ആധാരത്തിൽ കണ്ടില്ല. ഗോപാലകൃഷ്ണനുമായി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. അതിൽ തലയിടേണ്ട കാര്യം ബാങ്കിനില്ല. ശാരിക പറയുകയാണ്, സാറേ, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛനാണ്. അമ്മയുടെ ഭൂമി അച്ഛന്റെ പേരിൽ ആധാരം ചെയ്ത് കൊടുക്കുകയായിരുന്നു. അന്നേരം അവർ പറയുകയാണ്, കുട്ടി, കാര്യം പറയുന്നതൊന്നും മനസ്സിലാക്കണം. സ്ത്രീധനമൊന്നും ബാങ്ക് വില കൽപ്പില്ല. ആരുടെ പേരിലാണോ ആധാരം അവരാണ് ഉടമ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി ഈ വീടോന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, വീടൊക്കെ ആരുണ്ടാക്കി എന്നത് ഞങ്ങൾക്ക് വിഷയമല്ല. പണയം വെച്ചിരിക്കുന്ന ഭൂമിയിലെ വസ്തുക്കൾ ബാങ്കിന് അതീതമാണ്. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിത്തരണം. ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. അതേസമയം ഓട്ടോയിൽ അവിടെ എത്തുകയാണ് ശാലിനി. ശാലിനിയെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശ്യാമ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയുകയാണ്, കുഞ്ഞേച്ചി, അച്ഛൻ നമ്മുടെ വീടും സ്ഥലവും പണയം വെച്ച് 25 ലക്ഷം രൂപ എടുത്തെന്ന്. ജപ്തി നടത്തി നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ വന്നതാണ് ബാങ്കുകാർ. ജപ്തിയോന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. എന്താ സാറന്മാരെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, പറയേണ്ടതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശാലിനി പറയുകയാണ്, അത് നല്ല തമാശയാണല്ലോ. പൂച്ചക്കുഞ്ഞുങ്ങളെ ഓടിച്ചു വിടുന്നത് പോലെയാണോ സാറേ ഒരമ്മയെയും 3 പെൺമക്കളെയും സ്വന്തം കിടപ്പാടത്തിൽ നിന്നും ഇറക്കി വിടുന്നത്? തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പോകാം. അന്നേരം അവർ പറയുകയാണ്, കുട്ടി, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കോർട്ട് ഓർഡർ ഉള്ളതാണ്. നിയമ നടപടികൾ തീർപ്പാക്കാൻ നിങ്ങൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫോഴ്സിനെ വിളിക്കേണ്ടി വരും. അന്നേരം വേറൊരാൾ ചോദിക്കുകയാണ്, ഇനി ഇവിടെ നിന്ന് തർക്കിച്ച് സമയം കളയുന്നത് എന്തിനാ? ഞാൻ വിളിക്കാം പോലീസിനെ, ഇവളുമാര് ഇറങ്ങുമോന്ന് നോക്കട്ടെ. അത് കേട്ട് ദേഷ്യപ്പെട്ട് ശാലിനി അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് താഴെ എറിയുകയാണ്. ആ ദേഷ്യത്തിൽ അയാൾ ശാലിനിയെ അടിക്കുകയാണ്. അയ്യോന്ന് വെക്കുകയാണ് ശാരദാമ്മ. കലിതുള്ളിയ ശാലിനി തന്നെ ഞാൻ എന്നും പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. അന്നേരം അവിടെ ഇരിക്കുന്ന ഒരു തൊട്ടി കാണുകയാണ് ശാലിനി. തൊട്ടിയെടുത്ത അയാളെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ശാലിനി. ശാലിനി വേണ്ടാന്നൊക്കെ ശാരദാമ്മയും ശാരികയും ഒക്കെ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ട് ആളുകളെല്ലാം തടിച്ചുകൂടുകയാണ് കുടുംബശ്രീയിൽ. ഈ സംഭവങ്ങളെല്ലാം സ്വപ്നം കണ്ട ശാരദാമ്മ അയ്യോ വേണ്ടാന്നും പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ്. സ്വപ്നം കണ്ട് പരിഭ്രമിച്ച ശാരദാമ്മ എഴുന്നേറ്റ് ലൈറ്റിട്ട് വെള്ളം കുടിക്കുകയാണ്. അന്നേരം ഉണർന്ന ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മേ, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങി. അമ്മയുടെ നിലവിളി കേട്ടാണ് ഉണർന്നത്. എന്തു പറ്റി എന്റെ അമ്മയ്ക്ക്? ഞാനൊരു സ്വപ്നം കണ്ടതാണ്. ഇത്രയ്ക്ക് പേടിച്ച് നിലവിളിക്കാനായിട്ട് എന്ത് സ്വപ്നമാണ് കണ്ടത്? അതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക പറയുകയാണ്, എന്ത് സ്വപ്നമായാലും പറഞ്ഞോ അമ്മേ, പറഞ്ഞാൽ പിന്നെ അത് ഫലിക്കില്ല എന്നാണ്. അത് ഓർക്കാൻ തന്നെ പേടിയാവുക എന്ന് വെപ്രാളപ്പെട്ട് പറയുകയാണ് ശാരദാമ്മ. ബാങ്കുകാര് ജപ്തിക്ക് വന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതായിട്ടായിരുന്നു സ്വപ്നം. അത് തടയാൻ ശ്രമിച്ച ശാലിനിയെ ഒരു ഓഫീസർ തല്ലി. അതിന് അവൾ അയാളുടെ തലയടിച്ച് കീറുകയായിരുന്നു.
നെഞ്ചു തടവിക്കൊണ്ട് ശാരദാമ്മ പറയുകയാണ്, അയ്യോ ഇപ്പോഴും ആ സ്വപ്നം ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ശാരദാമ്മയെ ആശ്വസിപ്പിച്ച് ശാരിക പറയുകയാണ്, എന്താ അമ്മ ഇത്, അതൊരു സ്വപ്നമായിരുന്നില്ലേ? മാത്രവുമല്ല ജപ്തി നടത്തി ഇപ്പോൾ നമ്മളെ ഇറക്കി വിടാനായിട്ട് നമ്മൾ ബാങ്കിൽ നിന്നും ലോണൊന്നും എടുത്തിട്ടില്ലല്ലോ. അതിപ്പോ നിന്റെ അച്ഛന്റെ പേരിലല്ലേ ഈ ഭൂമിയുടെ ആധാരം. പുള്ളിക്കാരൻ ആധാരം പണയം വെച്ച് കടം എടുത്തതായിട്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വപ്നത്തിലും അങ്ങേര് വൃത്തികേടെ കാണിക്കൂ. എന്തായാലും അമ്മ ഈ സ്വപ്നത്തിന്റെ കാര്യം പുറത്താരോടും പറയണ്ട. അങ്ങേരുടെ ചെവിയിലെങ്ങാനും എത്തിയാൽ അയാൾക്കത് പുതിയൊരു പ്രചോദനം ആകും. എന്നായാലും നമ്മൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുത്തല്ലേ പറ്റൂ മോളെ. കാരണം രാജേശ്വരിയുടെ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ 3-ാം തീയതി ഇങ്ങെത്തിക്കഴിഞ്ഞു. ഇത് നമ്മളെയും കൊണ്ടേ പോകൂ. സങ്കടപ്പെട്ട് ശാരദാമ്മ ഇരിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മ ഇപ്പോഴും അതേക്കുറിച്ച് തന്നെയാണല്ലോ ആലോചിക്കുന്നത്. അമ്മയാ ബ്ലൂ ഡയമണ്ടിന്റെ കുക്കിംഗ് കോമ്പറ്റീഷന്റെ കാര്യം ആലോചിക്കുക. ഫസ്റ്റ് പ്രൈസ് 11 ലക്ഷം അല്ലേ? കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കിപ്പോൾ ഉള്ളൂ. നിന്റെ സംസാരം കേട്ടാൽ തോന്നും കുടുംബശ്രീക്ക് തരാനായിട്ട് ബ്ലൂ ഡയമണ്ട്സ് അവിടെ 11 ലക്ഷം രൂപ പൊതിഞ്ഞു വച്ചിരിക്കുകയാണെന്ന്. എടി, മിടുക്കന്മാരും മിടുക്കികളുമായ നല്ല നല്ല പാചകക്കാർ അവിടെ ഉണ്ടാകും. പുറത്തെങ്ങും പോയി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇവിടത്തേതിന് രുചി കൂടുതൽ തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരുപാട് വിഭവങ്ങളുണ്ട് ഈ ലോകത്ത്. അറബി, ചൈനീസ് എന്നൊക്കെ പറഞ്ഞ് ചിലതിന്റെയൊക്കെ പേര് പറയാൻ പോലും എനിക്കറിയില്ല. അതിന്റെ മുൻപിലാ നമ്മുടെ കാളനും തോരനും അവിയലുമൊക്കെ. ശാരിക ചോദിക്കുകയാണ്, എന്നിട്ടാണോ ശാരദാമ്മയുടെ കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞ് കുടുംബശ്രീയിലെ തിരക്കൊഴിയാത്തത്? എടി, അതിവിടത്തെ നാട്ടുകാർക്ക് അതുപോലെയാണോ ഈ ബ്ലൂ ഡയമണ്ട് ക്ലബ്ബ്? അവിടെ അംഗത്വം കിട്ടണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ഫീസായിട്ട് അടയ്ക്കണമെന്നാണ് പറയുന്നത്. പല പല രാജ്യങ്ങളിൽ നിന്നും പല പല വിഭവങ്ങളും രുചികളും പരിചയമുള്ളവരാണ് അവർ. ശാരിക ചോദിക്കുകയാണ്, എന്ന് കരുതി മത്സരത്തിന് മുന്നേ ഞങ്ങൾ തോറ്റു കൊടുക്കണമോ? നമ്മളെക്കാൾ ശക്തരായിട്ടുള്ളവരുമായിട്ട് വേണം മുട്ടാൻ. അപ്പോഴേ നമുക്ക് കൂടുതൽ കരുത്ത് കിട്ടൂ. തൽക്കാലം പാതിരാത്രി എഴുന്നേറ്റിരുന്ന് നെഗറ്റീവായിട്ടുള്ളത് ചിന്തിച്ചു കൂട്ടാതെ അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഈ മത്സരം നല്ലത് തരും. അങ്ങനെ വേണം സ്വപ്നം കാണാൻ. ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുമോന്ന്. അതിനുശേഷം കിടക്കുകയാണ് ശാരിക. ശാരദാമ്മ പറയുകയാണ്, എന്റെ ഭഗവാനെ, എല്ലാം നിന്റെ കയ്യിലാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയുടെ ഓരോരോ ഫോട്ടോകൾ ഫോണിൽ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെയാണ്. ശാലിനി പർദ്ദയിട്ട ഫോട്ടോ നോക്കി വിഷ്ണു പറയുകയാണ്, പർദ്ദയിട്ടുള്ള നിന്റെ അഭിനയം കലക്കി മോളെ. അല്ല, എന്നെക്കാളും സുന്ദരിയാണല്ലോ ഒടിയന്റെ അടുത്ത് മായം കാണിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയല്ലേ നീ എന്റെ അമ്മയെ കബളിപ്പിച്ചത്? സുന്ദരിക്കുട്ടി എന്ന് പറയുകയാണ് വിഷ്ണു. അതേസമയം രണ്ടുപേർ അവിടേക്ക് വരികയാണ്. സത്യാമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ആരാ, മനസ്സിലായില്ല? ഞങ്ങൾ ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ ഭാരവാഹികളാണ്. ഞാൻ സെക്രട്ടറി ദേവരാജൻ, ഇത് പ്രസിഡന്റ്. വിഷ്ണു പറയുകയാണ്, നമസ്കാരം, വരണം, അമ്മ അകത്തുണ്ട്. അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാഘവൻ നായരുടെ അടുത്ത് വിഷ്ണു പറയുകയാണ്, അച്ഛാ, ഇത് ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ ഭാരവാഹികളാണ്. രാഘവൻ നായർ പറയുകയാണ്, അറിയാം, ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇരിക്കാം. ഇപ്പോ അസുഖമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭേദമുണ്ട്, ഇപ്പോൾ ആയുർവേദത്തിലേക്ക് മാറി, അതേ ഉള്ളൂ രക്ഷ. അന്നേരം അവിടേക്ക് വന്ന സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, ആരൊക്കെയായത്, ദേവനും പ്രസാദമോ? ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ആ പരിഭവം അങ്ങോട്ട് പറയാനാണ് ഞങ്ങൾ വന്നത്. ക്ലബിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടും ഒരൊറ്റ മീറ്റിങ്ങിനും വരാറില്ല സത്യഭാമ. എന്തിന്, ജനറൽ ബോഡി യോഗത്തിൽ പോലും ഒന്ന് തല കാണിക്കാൻ പോലും സത്യാമ്മ വന്നിട്ടില്ല. ഇങ്ങനെ പോയാൽ ഞങ്ങൾ കമ്മിറ്റി കൂടി മേഡത്തിനെ പുറത്താക്കുമേ, പറഞ്ഞില്ലാന്ന് വേണ്ട. അങ്ങനെ പറഞ്ഞവർ ചിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, സമയമില്ലാത്തത് കൊണ്ടാണ് ഡോക്ടർ സാറേ. അതുകൊണ്ടല്ലേ ഞാൻ ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാണ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, അല്ലാതെ നേരിട്ട് വന്നുള്ള പരിപാടിയൊന്നും തൽക്കാലം പറ്റില്ല എനിക്ക്. എല്ലാം അറിയാം ഞങ്ങൾക്ക്. പക്ഷേ സമയമില്ലാത്ത സത്യാമ്മയെ ഇത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തവണ വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലബ്ബ് ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പുണ്ടായിരുന്നു. അതുകൂടാതെ സത്യാമ്മയ്ക്ക് പേഴ്സണലായിട്ട് ലെറ്റർ അയച്ചിരുന്നു. ഞാനത് കണ്ടിരുന്നു. ഇത്തവണ എല്ലാം അങ്ങ് പൊളിച്ചടുക്കിയാട്ടെ. സെക്രട്ടറി പറയുകയാണ്, അതെ, അത് തന്നെയാണ് ഉദ്ദേശം. പിന്നെ വർഷാവർഷം നടത്തുന്നതാണെങ്കിലും ഇത്തവണ നമ്മൾ പ്രൈസ് മണി ഉയർത്തിയിട്ടുണ്ട്. 11,11,111 രൂപ. നമ്മുടെ നാടിന്റെ തനതായ രുചി അറിയുന്ന കിച്ചണിലെ റാണിയെ കണ്ടെത്തുകയാണ് ഉദ്ദേശം. സത്യാമ്മയായിരിക്കും വിജയി നിശ്ചയിക്കുന്നതിന്റെ ജഡ്ജി. അത് കേട്ടെന്ന് അതിശയിച്ച് ഞാനൊന്ന് ചോദിക്കുകയാണ് സത്യഭാമ.
ഏകകണ്ഠമായി എല്ലാവരും തീരുമാനിച്ചതാണ്. ദയവായി എതിർപ്പൊന്നും പറയരുത്. അല്ല, അതിപ്പോന്ന് സത്യഭാമ പറയുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ്, പ്ലീസ് നോ പറയരുത്. കണ്ടസ്റ്റന്റ് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ രുചിച്ചു നോക്കുക, പിന്നീട് മാർക്കിടുക, വിജയിയെ കണ്ടെത്തുക. ഒരൊറ്റ ദിവസം 5 മണിക്കൂറിനുള്ളിൽ പ്രോഗ്രാം കഴിയും. അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാഘവൻ നായരും ആയിക്കോട്ടെ എന്ന് സത്യഭാമയോട് കണ്ണു കാണിക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, ശരി, സമ്മതിച്ചിരിക്കുന്നു. സെക്രട്ടറി പറയുകയാണ്, താങ്ക് യു വെരി മച്ച്. സമയവും സ്ഥലവും ഒക്കെ ഈ ഇൻവിറ്റേഷനിലുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കുകയാണ് സെക്രട്ടറി. സത്യാമ്മ സമ്മതിക്കുന്നതിന് മുൻപ് തന്നെ ജഡ്ജായി പേരും വച്ചു. സോറി കേട്ടോ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, കൊള്ളാലോ, കോമ്പറ്റീഷന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. എങ്കിൽ ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് സത്യഭാമ. അവരിറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് സുസ്മിത. സുസ്മിതയെ കണ്ട് പ്രസിഡന്റ് ഇതെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഇത് സുസ്മിത എന്റെ ഭാവി മരുമകളാണ്. ഇവന് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണ്. അത് കേട്ട് വിഷ്ണു ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ്, ഓ ഐ സി, ബെസ്റ്റ് വിഷസ്. അതേസമയം സുസ്മിതയെ ശ്രദ്ധിച്ച സെക്രട്ടറി പറയുകയാണ്, അല്ല, ഈ കുട്ടി കോമ്പറ്റീഷനിൽ പേര് തന്നിട്ടുണ്ട്. ഞാനാണ് ആപ്ലിക്കേഷനും എൻട്രി ഫീസും വാങ്ങിയത്. അത് കേട്ട് സത്യഭാമ ചോദിക്കുകയാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അത്. ഇനിയിപ്പോ എന്റെ ബന്ധു മത്സരിക്കാൻ ഉണ്ടെന്നും പറഞ്ഞ് ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമോ? പ്രസിഡന്റ് പറയുകയാണ്, ഇപ്പോൾ ബന്ധുവായിട്ടില്ലല്ലോ, ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഇപ്പോ അതൊന്നും വകവയ്ക്കേണ്ട ആവശ്യം ഇല്ല. നമുക്കിറങ്ങാം എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് അവർ. ആരാ ആന്റി അതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ ഭാരവാഹികളാണ് ദേവരാജനും പ്രസാദും. സുസ്മിത പറയുകയാണ്, ഓ മൈ ഗോഡ്, ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെയോ? അവരല്ലേ 11 ലക്ഷം രൂപ പ്രൈസ് മണിയുള്ള കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നത്? രാഘവൻ നായർ പറയുകയാണ്, അതാണ് അവരിപ്പോൾ പറഞ്ഞത്. നിന്റെ ഫാമാന്റിയാണ് കുക്കിംഗ് കോമ്പറ്റീഷന്റെ ജഡ്ജ്. അതിന് ക്ഷണിക്കാനായിട്ടാണ് അവര് വന്നത്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുസ്മിത ചോദിക്കുകയാണ്, ആണോ സത്യം? അപ്പോ ഉറപ്പിച്ചോ? അപ്പോ 11 ലക്ഷം രൂപ പ്രൈസ് മണി എനിക്ക് തന്നെ. തിരിച്ചുകൊണ്ട് തന്നെ സത്യഭാമ നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, പുതിയൊരു കാറ് ഇന്ന് തന്നെ ഓർഡർ ചെയ്തേക്കാം, ഫുള്ളി ക്യാഷ് പേയ്മെന്റ്. അന്നേരം ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ബെസ്റ്റ്. പശുവിനെ വാങ്ങിക്കുന്നതിന് മുമ്പേ കറക്കുന്ന ഏർപ്പാടാണ് ഇതിപ്പോ, എന്താ ചെയ്യുക? സുസ്മിത പറയുകയാണ്, ഇതിപ്പോ പശുവും പാലും ഒന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. പിന്നെ കാർ എടുക്കുന്നത് ഞാനാണെങ്കിലും അത് കല്യാണം കഴിഞ്ഞാൽ വിഷ്ണുവേട്ടനുള്ളതല്ലേ. അടിപൊളി ഒരു പെണ്ണും ഒരു സൂപ്പർ കാറും. വിഷ്ണുവേട്ടൻ ഭാഗ്യവാനാണ് അല്ലേ ആന്റി? സത്യഭാമ ഇതൊക്കെ കേട്ടിച്ചിരിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ഈ പെണ്ണിനെ ഞാൻ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് വിഷ്ണു. വിഷ്ണുവേട്ടാന്ന് സുസ്മിത പുറകെ വിളിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ പിറകെ സുസ്മിത പോകുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമേ, സുസ്മിത പുതിയ കാർ എടുക്കുമോ? കയ്യിൽ കാശുണ്ടെങ്കിൽ ആർക്കും കാർ എടുക്കാമല്ലോ. ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ പ്രൈസ് മണി കണ്ടിട്ടാണെങ്കിൽ അതിനവൾ അർഹയാണെന്ന് തെളിയിക്കേണ്ടി വരും. രാഘവേട്ടൻ അറിയാമല്ലോ, വിധി തീർപ്പിൽ സത്യഭാമ ബന്ധങ്ങൾ നോക്കാറില്ല. സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തെ എന്നും സത്യഭാമ നിൽക്കൂ. പിന്നീട് കാണിക്കുന്നത് പ്രീതിയെ ഫോൺ ചെയ്യുന്ന അർജുനെയാണ്. ഹലോ അർജുനേട്ടാന്ന് പ്രീതി ചോദിക്കുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെന്താ അവിടെ എത്തിയിട്ടൊന്നും വിളിക്കുക പോലും ചെയ്യാതിരുന്നത്? വിളിക്കാനുള്ള സാഹചര്യമൊന്നും അല്ലായിരുന്നു, അതൊക്കെ ഞാൻ പറയാം. അതിനു മുൻപ് നിന്റെ അമ്മയ്ക്കെവിടെ സംശയമൊന്നും ഇല്ലല്ലോ? അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അന്നേരം അർജുൻ പറയുകയാണ്, നന്നായി. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ടായി, അതിന്റെ പുറകിലുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ടാണ് വിളിക്കാനൊന്നും പറ്റാതിരുന്നത്. എന്ത് സംഭവം? ഞാൻ അവിടെ നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് എന്റെ അമ്മ മനസ്സിലാക്കി. അയ്യോ ആണോ? എന്നിട്ട് അതിന്റെ വിഷമത്തിലും ദേഷ്യത്തിലും അമ്മ വിഷമെടുത്ത് കുടിച്ചു കളഞ്ഞു. എന്റെ ദൈവമേ എന്ന് പ്രീതി പറയുമ്പോൾ അർജുൻ പറയുകയാണ്, ഇത് നീ പേടിക്കുകയൊന്നും വേണ്ട. ഇത് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴുണ്ടായ സംഭവമാണ്. ഇപ്പോ അപകട നിലയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിന്റെ നടയിൽ നിന്നാണ് ഇപ്പോൾ നിന്നെ വിളിക്കുന്നത്. ഈശ്വര, ഞാൻ കാരണം എന്ന് പറഞ്ഞ് പ്രീതി വിഷമിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, ഇത് നീ കാരണം അല്ല പ്രീതി. മക്കളെ പരാജയപ്പെടുത്താൻ എല്ലാ അച്ഛനമ്മമാരും പ്രയോജനപ്പെടുത്താനുള്ള അവസാനത്തെ അവസരമാണിത്. ഇതുപോലുള്ള ആത്മഹത്യാ ശ്രമം. അന്നേരം അർജുനെ അന്വേഷിച്ചു വരികയാണ് ചിത്ര. അർജുൻ പറയുകയാണ്, നീ ഇതിനെയും അതുപോലൊക്കെ തന്നെ കണ്ടാൽ മതി. എന്നാലും എന്ന് പറഞ്ഞ് പ്രീതി വിഷമിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, നീ വിഷമിക്കേണ്ട പ്രീതി, ഞാൻ ഈ വിവരം നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരി, നിന്നെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അർജുൻ. അന്നേരം അർജുന്റെ അടുത്തേക്ക് വന്ന ചിത്ര പറയുകയാണ്, ഏട്ടാ ഈ ബില്ല് പേ ചെയ്യണമെന്ന് പറഞ്ഞു. ആരായിരുന്നു ഫോണിൽ? ഒന്ന് ആലോചിച്ച ശേഷം അർജുൻ പറയുകയാണ്, അതെന്റെ ഒരു ക്ലയന്റ് ആണ്. ഒന്ന് കളിയാക്കി ചിത്ര പറയുകയാണ്, കൊള്ളാം, ആ മറുപടി എനിക്കിഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിപ്പോഴാണ് ബോധ്യമായത്. ഏട്ടന്റെ ഈ ക്ലയന്റ് ആണ് എന്റെ കല്യാണം മുടക്കിയതും നമ്മുടെ അമ്മയെ ആശുപത്രിയിലാക്കിയതും.
മോളെ അത് ഞാൻ പിന്നെയെന്ന് അർജുൻ പറയുമ്പോൾ ചിത്ര പറയുകയാണ്, വേണ്ടേട്ടാ, കൂടുതൽ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട. നമ്മുടെ വീട്ടിൽ വേറെ ആർക്കും വരുമാനമില്ലാത്തത് കൊണ്ട് ഏട്ടൻ എന്ത് തന്നിഷ്ടവും ആകാം. പക്ഷെ എപ്പോഴും ആ സൗജന്യ ഭക്ഷണം കഴിച്ച് എല്ലാരും ജീവിക്കണമെന്നില്ല. ഏട്ടൻ ഇപ്പോൾ ഫോണിൽ പറഞ്ഞതുപോലെ മക്കളെ പരാജയപ്പെടുത്താൻ അമ്മ പയറ്റിയ അവസാനത്തെ ആയുധമല്ലായിരുന്നു ഈ ആത്മഹത്യാ ശ്രമം. ജീവിതത്തിൽ തോറ്റുപോയെന്ന് കരുതി അമ്മ ആയുധം വെച്ച് കീഴടങ്ങാൻ ശ്രമിച്ചതാണ്. ഇപ്പോ അപകടത്തിൽ നിന്നും കരകയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതമ്മയുടെ ശരീരം മാത്രമാണ്, മനസ്സല്ല. ഏട്ടൻ ഇനിയും ഇതിങ്ങനെ തുടർന്നു പോകാനാണ് ഉദ്ദേശമെങ്കിൽ അമ്മ കഴിച്ച കുപ്പിയിലെ വിഷം ഇനിയും ബാക്കിയുണ്ടെന്ന് ആലോചിക്കാം. അതേ ആശുപത്രി കിടക്കയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ചിത്ര. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്